പ്രിയപ്പെട്ടവരെ, തടിയൻകോവിൽ കൈരളി ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന പുസ്തക പരിചയത്തിലേക്ക് എന്നെ കേൾക്കാനെത്തിയ എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിന്റെ സകല മേഖലകളെയും മന്ദീഭവിപ്പിച്ച ഈ കെട്ട കാലഘട്ടത്തിൽ കൈരളി ഗ്രന്ഥാലയം പോലുള്ള സാംസ്കാരിക സംഘടനകൾ, സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന ഇത്തരം ഓൺലൈൻ പരിപാടികളാണ് നമ്മുടെയൊക്കെ മനസ്സിന് അല്പം ആശ്വാസവും സന്തോഷവും നൽകുന്നത് എന്ന കാര്യം ആദ്യമേ സൂചിപ്പിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ കൈരളി ഗ്രന്ഥാലയത്തിന്റെ നല്ലവരായ പ്രവർത്തകരോടുള്ള എല്ലാ സ്നേഹവും ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് 2021 കാലഘട്ടത്തിൽ ഒട്ടനവധി നല്ല നല്ല മലയാള പുസ്തകങ്ങൾ നമ്മൾ മലയാളികളെ തേടിയെത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ചെറുകഥാ രംഗത്തെ യുവ പ്രതിഭയായ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കവണ എന്ന കഥാസമാഹാരം ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു പുസ്തകമാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ എല്ലാ കൃതികളും വളരെയധികം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നതും ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളതുമാണ്. അദ്ദേഹത്തിന്റെ കോമാല, ബിരിയാണി, നരനായും പറവയായും, മംഗല്യം തന്തുതാതേന, ഉഭയജീവിതം, പന്തിഭോജനം തുടങ്ങിയ കഥകളൊക്കെ മലയാളികൾ ഒരുപാട് കൊണ്ടാടിയിട്ടുള്ളതാണ്. മലയാളത്തിലെ ആധുനിക കഥാകൃത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയനായ സാഹിത്യകാരനാണ് സന്തോഷ് ഏച്ചിക്കാനം. ഉത്തരാധുനിക മലയാള ചെറുകഥാ പ്രസ്ഥാനത്തെ, അതിന്റെ രൂപഭാവങ്ങളെ സമഗ്രമായി ഉടച്ചു വാർക്കുന്നതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അപൂർവം എഴുത്തുകാരിൽ പ്രധാനിയാണ് സന്തോഷ് ഏച്ചിക്കാനം. 2021 മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ കവണ എന്ന ചെറുകഥാ സമാഹാരത്തിൽ ആശയ ഗാംഭീര്യവും വ്യാഖ്യാന വൈശിഷ്ട്യവുമുള്ള 7 കഥകളാണ് അടങ്ങിയിട്ടുള്ളത്. സുഖ വിരേചനം, ജംഗിൾ ബുക്ക്, ടോയ്ലറ്റ്, സിംഗപ്പൂർ, 9 PM, കുന്നുംകര തോമമകൻ റൊണാൾഡ് റപ്പായി, ജനനം 29/8/2018, മരണം 29/8/2018, കവണ എന്നിങ്ങനെ 7 കഥകളാണ് ഈ സമാഹാരത്തിൽ ഉൾപ്പെടുന്നത്. സാധാരണയായി നമ്മൾ പറയാറുണ്ട്, സാഹിത്യം സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കഥകളൊക്കെ പ്രസ്തുത ധർമ്മം നിർവഹിക്കുന്നവയാണെന്ന് നമ്മൾക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവും. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ പല കൃതികളും പലപ്പോഴും വിവാദങ്ങൾക്കും, അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ചില വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് അഭിമുഖത്തിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി മാത്രമേ ആ പ്രസ്താവനയെയും പ്രവർത്തനങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ സമീപിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി കവണയിലെ ചില കഥകളിലേക്ക് പ്രവേശിച്ച പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം വാഗ്ദാനങ്ങളിൽ മാത്രമാണ് വിശ്വസിക്കുന്നതെന്നും പണവും അധികാരവുമാണ് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യമെന്നും സുഖവിരേചനം എന്ന കഥ ശബ്ദമുയർത്തി നമ്മോട് പറയുന്നു. രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ
പാവപ്പെട്ട ആൾക്കാർ നൽകുന്ന സങ്കട ഹർജികളും പരാതികളും അവയുടെ വായനയും ഉള്ളടക്കവും ഒക്കെ മലബന്ധത്തോടും മലശോധനയോടുമൊക്കെ രൂപണം ചെയ്ത് പറയുമ്പോൾ ജുഗുപ്സയാണ് നമുക്ക് തോന്നേണ്ടതെങ്കിലും കഥാകൃത്തിന്റെ ആഖ്യാന കൗശലത്താൽ അവ വിമർശനത്തിന്റെ കൂരമ്പുകളായാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. ഒരു പരാതി പരിഹരിക്കപ്പെട്ടതിനു ശേഷം പിന്നീട് ആരും തന്റെ വീട്ടിലേക്ക് വരാത്തതിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന സൂസന്നയോട് തന്റെ ഭർത്താവും വാർഡ് മെമ്പറുമായ ഡൊമിനിക് പറയുന്നത് ഇപ്രകാരമാണ്: സൂസന്ന, നീ ഇനിയെങ്കിലും മനസ്സിലാക്കൂ, പാവപ്പെട്ട ജനങ്ങൾ പലതും വന്ന് ചോദിക്കും, പരാതി പറയും. നമ്മളപ്പോൾ അവർക്ക് പ്രതീക്ഷ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അവർ വീണ്ടും വീണ്ടും നമ്മളെ തേടി വരൂ. പട്ടിണി പാവങ്ങളുടെ തീരാ ദുരിതങ്ങളെ വാഗ്ദാനങ്ങളുടെ മോഹവലയത്തിൽപ്പെടുത്തി വിരസ നിമിഷങ്ങളെ രസകരമാക്കുന്ന അധികാര രൂപങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ വിമർശനത്തിന്റെ കത്തിയേറായി മാറുന്നു സുഖവിരേചനം എന്ന കഥ. എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെയല്ലെന്നും ഈ കഥ തന്റെ അനുഭവ പരിസരത്ത് നിന്നും പരുവപ്പെട്ടതാണെന്നും സന്തോഷ് ഏച്ചിക്കാനം ഒരു അനുഭവക്കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്ന കാര്യവും ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ശ്രീകുമാർ എന്ന മോർച്ചറി ടെക്നീഷ്യന്റെ കഥ പറയുന്നു ജംഗിൾ ബുക്ക് എന്ന കഥ. ഒരുപാട് ഓട്ടോപ്സി, അതായത് നമ്മൾ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിന് ഡോക്ടറെ സഹായിച്ച ശ്രീകുമാറിന്റെ മോർച്ചറിയേക്കാൾ മഹത്തായ ഒരു പുസ്തകം ലോകത്തിൽ ഇതുവരെ ആരും എഴുതിയിട്ടില്ലെന്ന നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. ഉമ്മറത്ത് ഉമ്മയുടെ മടിയിൽ കിടന്ന് അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന കൊച്ചു പൈതലായ ഹന വർഗീയ സംഘടനത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ ആ കാര്യം, ആ മരണത്തെക്കുറിച്ച് മരണത്തെക്കാൾ തണുപ്പുള്ള ഭാഷയിൽ കഥാകൃത്ത് പറയുന്നത് അല്പം ഉൾക്കിടിലത്തോടുകൂടി മാത്രമേ ഏതൊരു വായനക്കാരനും ഉൾക്കൊള്ളാൻ പറ്റൂ എന്നുള്ളതാണ്. മോർച്ചറിയേക്കാൾ മഹത്തായ ഒരു പുസ്തകം ഇല്ല തന്നെ. വിപണി ഒരു വിഷയമായി കടന്നു വരുന്നതാണ് ടോയ്ലറ്റ് എന്ന കഥ. സ്വന്തം ശരീരം പോലും പരസ്യ ബോർഡാക്കി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരെ കുറിച്ചുള്ള വേവലാതി ഈ കഥയിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. ഇവിടെ ടോയ്ലറ്റും പെർഫ്യൂമും ഒക്കെ ജീവിത സുഗന്ധ ദുർഗന്ധങ്ങളുടെ പര്യായമായാണ്, ബിംബങ്ങളായാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ഏറെ ചർച്ചകൾക്ക് വിധേയമായ സിംഗപ്പൂർ എന്ന കഥ ഈ സമാഹാരത്തെ തന്നെ മികവുറ്റതാക്കുന്നു. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഏറ്റവും വൃത്തിയും വെടുപ്പുമുള്ള പ്രദേശമായതുകൊണ്ട് സിംഗപ്പൂർ എന്ന സ്ഥലത്ത് കാക്കകളെ കാണാനേ കിട്ടില്ലത്രേ. നമ്മുടെ കേരളത്തിലും ഗ്രാമങ്ങളിലൊക്കെ ഇന്ന് കാക്കകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബലികർമ്മം നടത്താൻ പോലും കാക്കയെ കിട്ടാതെ ആൾക്കാർ ഉഴലുന്ന സമയത്ത് കാക്കയെ പിടിച്ച് ട്രെയിനിങ് കൊടുത്ത് 3000 രൂപ വാങ്ങി ബലികർമ്മം നടത്തിക്കൊടുക്കുകയും ഒടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാൽ അറസ്റ്റ് വരിക്കപ്പെടുകയും ചെയ്യുന്ന രവീന്ദ്ര പൂജാരി കാപ്പു എന്ന കഥാപാത്രത്തെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങളെ പുനർനിർമ്മിക്കുകയും അവയെ വിൽപ്പന ചരക്കാക്കുകയും ചെയ്യുന്ന നവ വിപണി ലോകത്തെ സിംഗപ്പൂർ എന്ന കഥ
തുറന്നു കാട്ടുന്നു. എന്തും വിൽപ്പന ചെലപ്പും ബിസിനസ്സുമാകുന്ന കാലഘട്ടത്തിന്റെ കണ്ണാടി കാഴ്ചയായ ഈ കഥയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റവും അത് ജീവജാലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന കാര്യവും കൂടി ചർച്ച ചെയ്യപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധ എഴുത്തുകാരിയായ ചന്ദ്രമതി ടീച്ചറുടെ കാക്ക എന്ന കഥയും സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ സിംഗപ്പൂർ എന്ന കഥയെയും തമ്മിൽ ബന്ധപ്പെടുത്തി നടന്ന വിവാദങ്ങളൊക്കെ നമ്മൾ വായനക്കാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാനിടയില്ല. കാക്ക എന്ന തന്റെ കഥയുടെ പകർപ്പാണ് സിംഗപ്പൂർ എന്ന കഥ എന്നുവരെ അഭിപ്രായപ്പെടുകയുണ്ടായി ഒരു പക്ഷം. എന്നാൽ ഈ വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി തന്റെ അനുഭവത്തിൽ നിന്നും പരുവപ്പെട്ട അല്ലെങ്കിൽ രൂപം കൊണ്ട ഒരു കഥയാണ് സിംഗപ്പൂർ എന്ന് സന്തോഷ് പത്രവാർത്തകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അന്ന് സഹൃദയ ലോകത്തെ കാട്ടിക്കൊടുത്തിരുന്നു. കാസർഗോഡിന്റെ അതിർത്തി ഗ്രാമമായ കർണാടകത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമായ പുത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ കാക്കയെ വെച്ച് ബലികർമ്മം ചെയ്യുകയും 3000 രൂപയും GST ഒക്കെ വാങ്ങുന്ന ഒരു വ്യക്തിയുടെ പത്രവാർത്തയും ഫോട്ടോയും തന്റെ സുഹൃത്തായ രാധാകൃഷ്ണൻ സന്തോഷ് ഏച്ചിക്കാനത്തിന് അയച്ചു കൊടുക്കുകയും ആ വാർത്ത കണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം രചിച്ച ഒരു കഥയാണ് സിംഗപ്പൂർ എന്ന് നമുക്കേവർക്കും ആ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും കാക്ക കഥാപാത്രമായി ഉള്ള ഒരു കഥ കടന്നു വരുമ്പോൾ കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിന് ഉറ്റതോഴി എന്ന് പാടിയ വൈലോപ്പിള്ളി എന്ന കവിയെയും നമുക്കൊരു വേള സ്മരിക്കാം. ബാസ്കറ്റ്ബോൾ കോർട്ടിലെ ആവേശവും ഉദ്വേഗവും നിറയുന്ന പശ്ചാത്തലത്തിൽ ദാമ്പത്യത്തിലെ ദുരൂഹവും മാരകവുമായ ഒളിയിടങ്ങളെപ്പറ്റി ഒരു പഴയ ബാസ്കറ്റ്ബോൾ കളിക്കാരിയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിലൂടെ പറയുന്നു 9 PM എന്ന കഥ. ചടുലമായ വാചക നീക്കങ്ങളിലൂടെ ഭാഷ പലയിടത്തും ഒരു കൈപ്പന്ത് കളിയുടെ വേഗതയും ഉദ്വേഗവും കൈവരിക്കുന്നത് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും. ഒരിടത്തൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ അതിന്റെ പരിസരത്തു നിന്ന് തന്നെ കണ്ടെത്തണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് നമുക്കൊക്കെ അറിയാവുന്ന ലാറി ബേക്കർ എന്ന എഞ്ചിനീയറാണ്. അതുപോലെ കഥ നടക്കുന്ന പരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കളിൽ ഇമേജുകൾക്ക് വേണ്ടി ഒരു ആക്രിക്കാരനെ പോലെ തെരഞ്ഞു നടക്കുന്ന കഥാകൃത്തിനെയും നമുക്ക് ഈ കഥയിൽ വായിച്ചെടുക്കാം. ഏച്ചിക്കാനത്തിന്റെ ഏറ്റവും പുതിയ കഥകളിൽ ഒന്നാണ് കുന്നുങ്കര തോമ മകൻ റൊണാൾഡ് റപ്പായി. ജനനം 29/8/2018, മരണം 29/8/2018. യഥാർത്ഥത്തിൽ ജനനത്തീയതിയും മരണത്തീയതിയും ഒന്നു തന്നെയായി മാറുന്ന പ്രത്യേകത ഈ തലക്കെട്ടിൽ നമുക്ക് കാണാവുന്നതാണ്. സന്തോഷ് ചെറുകഥാ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരു ഉദാഹരണമായി ഈ കഥയെ നമുക്ക് കാണാവുന്നതാണ്. ഈ രചനയുടെ ക്രാഫ്റ്റ് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. 3-4 കഥകളായി മാറ്റാവുന്ന തീമിനെ ഒറ്റ കഥയാക്കി രൂപപ്പെടുത്തുകയാണ് ഈ കഥയുടെ ക്രാഫ്റ്റ്. ഒരു പാൽത്തുള്ളിക്കകത്ത് ഈ നീലാകാശത്തെ തന്നെ ഒളിപ്പിച്ചു വെക്കുന്ന സൗന്ദര്യം
ഈ കഥയിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. NS മാധവന്റെ വളരെ പ്രസിദ്ധമായ കഥയായ തിരുത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ് കവണ എന്ന കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. മുമ്പൊരു ഡിസംബർ 6-ാം തീയതി പള്ളി തകർക്കപ്പെട്ടപ്പോൾ സുഹ്റ എന്ന പത്രപ്രവർത്തക എഴുതിയ തർക്കമന്ദിരം തകർത്തു എന്ന ഹെഡ്ലൈൻ തിരുത്തി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നാക്കി മാറ്റിയ ജൂലിയാറ്റ് എന്ന് പറയുന്ന പത്രാധിപന്റെ പ്രസിദ്ധമായ ഒരു തിരുത്തിനെ കുറിച്ചുള്ള കഥയാണ് NS മാധവന്റെ തിരുത്ത്. ആ കഥയിലെ ജൂലിയാറ്റ് എന്ന് പറയുന്ന പ്രസ്തുത കഥാപാത്രം, ആ പത്രാധിപൻ, ഒരു ജീവനുള്ള കഥാപാത്രമായി ഇറങ്ങി വരുന്ന മാന്ത്രികത നമുക്ക് കവണ എന്ന കഥയിൽ ദർശിക്കാവുന്നതാണ്. പുതിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെയും ശിലാപൂജയുടെയും വംശഹത്യയുടെയും ഒക്കെ വെളിച്ചത്തിൽ വർഗീയ ഫാസിസം കൂടുതൽ ശക്തമായി സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇത്തരം പ്രവണതകൾക്കെതിരെ കഥ കൊണ്ടൊരു കവചം തീർക്കാനുള്ള ശ്രമമാണ് കവണ എന്ന കഥയിലൂടെ സന്തോഷ് ഏച്ചിക്കാനം ശ്രമിക്കുന്നത്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സമസ്ത ലോകത്തെയും മഹാമാരി പിടിച്ചുലയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ കവണ എന്ന കഥയുടെ ആമുഖമായി കഥാകൃത്ത് സൂചിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനർഘ നിമിഷം എന്ന കഥയിലെ ചില വരികൾ ഇതാണ്. നീ എല്ലാറ്റിൻ്റെയും അധീശനാണ്. അഖില ബ്രഹ്മാണ്ട കടാഹങ്ങളെയും സൃഷ്ടിച്ചു രക്ഷിച്ചങ്ങനെ പോരുന്ന മഹാപ്രതാപശാലിയായ നിനക്ക് വിസ്മൃതി വരുമോ? ഈ ഭൂഗോളത്തിൻ്റെ കാര്യം നീ വിസ്മരിച്ചു പോയതായി തോന്നുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.